ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ മെല്ലെ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അടുക്കളയ്ക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ നമുക്കത് കുറച്ച് അതിലേ നിറച്ച് ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ അത് അവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ നന്നായിട്ട് അത് ചെളിയൊക്കെ നന്നായി കഴുകുക. എന്ന് വെച്ചാൽ ഇത് കഴുകിയില്ലെങ്കിൽ നമ്മുടെ കപ്പയിലേക്കൊക്കെ പിടിക്കുമ്പോൾ പിന്നെ അത് നന്നായിട്ട് ചിലപ്പോൾ നന്നായി കഴുകിയാലും ചിലത് പോവില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ അത്രയും ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നന്നായിട്ടൊന്ന് ഇത് കഴുകിയിട്ട് ആ ചെളിയൊക്കെ ഉണ്ടോ, ആ ചെളിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞിട്ട് മുറിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. എനിക്കും ഈ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ ഈ വ്ളോഗ് എടുക്കുക, ഈവനിങ് വ്ളോഗ്, മോർണിംഗ് വ്ളോഗ്, അതുപോലെ ഡേ മൈ ലൈഫൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും അതെടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കാണുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ ഈവനിങ് സ്പെഷ്യൽ കപ്പ പുഴുങ്ങിയതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട്. 4 മണിക്ക് ചായ കുടിക്കാനായിട്ട് നമ്മുടെ നീലൂട്ടി വന്നു കേട്ടോ. ഞാൻ എന്താ ചെയ്യണേന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴേക്കും ഒരു പണി ഒപ്പിച്ചു. കൈ അങ്ങോട്ട് മുറിക്കുക പറഞ്ഞാൽ അങ്ങനെ വലിയ മുറിയൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് തൊലിയൊന്ന് നീങ്ങിയിട്ടുള്ളൂ. അതിനുള്ള ഷോയാണ് ഈ കാണിക്കുന്നത് മുഴുവനും. അതങ്ങനെയല്ല, എന്തെങ്കിലും കായോ അയ്യോ അമ്മ പറഞ്ഞ് നിലവിളിക്കുന്ന ടീമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം. എന്താ വെച്ചാൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് തൊലിയൊന്ന് ജസ്റ്റ് നീങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അവളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് തുളസിയിലയുടെ നീര്, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ദിവസം കൈ മുറിഞ്ഞപ്പോൾ അവൾ വേഗം ഓടിപ്പോയിട്ട് തുളസിയുടെ ഇലയൊക്കെ വലിച്ച് ചാറൊക്കെ പിഴിഞ്ഞു വന്നു. അപ്പോൾ അവൾ അതൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് സമാധാനം ആയിക്കോട്ടെ പറഞ്ഞിട്ട് പോയിട്ട് തുളസിൻ്റെ ഇലയൊക്കെ വലിച്ച് അതിന് നീരൊക്കെ എടുത്ത് കയ്യിൽ തേച്ച് കൊടുത്തു. പക്ഷേ അവൾ ഇതിൽ നിൽക്കൂല. അപ്പോൾ ഞാൻ വേഗം പോയിട്ടൊരു ബാൻഡേജും കൂടി വാങ്ങിച്ചിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ മുറിച്ച് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചാൽ വേവുമല്ലോ. പിന്നെ എൻ്റെ വാമിക്കുട്ടി നീലൂട്ടിയായിരുന്നു അവിടെ ഇരുന്നിട്ട് അമ്മ മടിയിലിരിക്കുന്നൊക്കെ പറഞ്ഞു. അവൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ എണിച്ച് പോയായിരുന്നു. പിന്നെ വാമിക്കുട്ടി നീലു എന്ത് ചെയ്താലും അതുപോലെ വാമിക്കുട്ടിക്കും ചെയ്യണം. അപ്പോൾ അവൾ അമ്മ ഇരിക്കുക പറഞ്ഞിട്ട് കാണിക്കുകയാണ്. അതേപോലെ ഈ ഡെസ്കിന് മേലെ കയറി അവിടെയുള്ള സാധനങ്ങളൊക്കെ അരിച്ച് പെറുക്കുക, അതൊക്കെയാണ് വാമിക്കുട്ടിന് മെയിൻ പരിപാടി. ഇതേപോലെ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഇവർ എൻ്റെ ഇടയിൽ കൂടെ കയറി ഓരോ സൗണ്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്നെ വിളിക്കുക, വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നീലൂട്ടി വന്നിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഇപ്പോൾ തല്ലാൻ വേണ്ടി ഓടിയതാണിപ്പം. അതാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എത്തി നോക്കിയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് പോകുന്ന സീനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ല ചൂട് കട്ടനും കപ്പയാണ്. അപ്പോൾ നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ നമ്മുടെ കട്ടനും കൂട്ടിയിട്ട് ഇതെല്ലാവരും കഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കണം. അപ്പനമ്മയും കഴിച്ചില്ല, അവർക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വാമിക്കുട്ടി നീലൂട്ടിയൊക്കെ കഴിക്കുകയാണ്, ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം പിന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ഉള്ള പണികൾ തുടങ്ങി. വൈകുന്നേരത്തെ കുറച്ച് പണികളായി. അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ എപ്പോഴും ചോറല്ലേ, ചില സമയങ്ങളിൽ എനിക്കൊരു മൂഡ് തോന്നണം. അപ്പോൾ ഇന്ന് തോന്നിയായിരുന്നു. അപ്പോൾ കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചരി, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി നമ്മൾ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. പുട്ടായാലും നൂലപ്പായാലും നമ്മളുണ്ടാക്കുന്ന പലഹാരങ്ങൾ അല്ല. പുറമേ പോയിട്ട് നമ്മൾ പാക്കറ്റ് പൊടികളും കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. ഇവിടെ അങ്ങനെ ചെയ്യാറില്ല, ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ റേഷനരി പൊടിയും പച്ചരിപ്പൊടി പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതേപോലെ ഒരു ഉണ്ടയാക്കിയത് വിട്ടുപോയില്ലെങ്കിൽ കറക്റ്റായി എന്നാണ്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കറി എന്ന് പറയുമ്പോൾ നമ്മുടെ രാവിലത്തെ കടലക്കറി ഉണ്ടല്ലോ, അതും ഒരു മെയിൻ കാരണമാണ് പുട്ടുണ്ടാക്കാൻ. എന്താ വെച്ചാൽ കടലക്കറി ഉള്ള ദിവസം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിക്കാനൊരു ഇൻട്രസ്റ്റുമാണ്. എന്നാൽ അടുപ്പിച്ച് നമുക്ക് ഇന്ന് പുട്ടുണ്ടാക്കി നാളെ നൂലപ്പുണ്ടാക്കാം, അങ്ങനെ അടുപ്പിച്ച് ഉണ്ടാക്കി ആരോടും പിടിക്കൂല. ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില വീടുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥിരം എന്തെങ്കിലും പലഹാരം വേണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. 3 നേരം ചോറാണെന്നുണ്ടെങ്കിൽ 3 നേരം ചോറുണ്ണും. നമുക്കങ്ങനെ നിർബന്ധമുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ പുട്ടായില്ലേ ചോദിച്ചുകൊണ്ട് ഇരുന്നിട്ട് അങ്ങനെ വാമിക്കുട്ടിക്കും നീലൂട്ടിക്കും ചെറിയൊരു കുഞ്ചിക്കിണ്ണത്തിൽ കുറച്ചാക്കി കൊടുത്തു. പിന്നെ അമ്മ വന്നപ്പോൾ വിളക്കൊക്കെ വെച്ചു കേട്ടോ. അമ്മ തന്നെയാണ് ഡെയിലി വിളക്ക് വയ്ക്കുക. നമുക്ക് പറ്റാണ്ടായത് സമയങ്ങളിൽ നമ്മളങ്ങ് മാറി നിൽക്കുമല്ലോ. അപ്പോൾ അമ്മ തന്നെയാകുമ്പോൾ ഡെയിലി അത് ഒരു റൊട്ടീൻ പോലെ അങ്ങനെയും പോവും. പിന്നെ അങ്ങനെ ഞാനും തൊഴുതു പ്രാർത്ഥിച്ചു. കുട്ടീസൊക്കെ ഫുഡ് കഴിച്ച് എൻ്റെ ഒരു ഇതിൽ ഒരേ കളിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് വാമിക്കുട്ടി പറഞ്ഞിട്ടിരിക്കും. ഈ 6 മണി ഒരു 6:30 സമയത്ത് എന്തെങ്കിലും സൈഡായിട്ട് നിനക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു കച്ചറിയില്ലാണ്ട് അവരവരുടേതായ കാര്യങ്ങൾ നോക്കിയിട്ട് കളിക്കും. അപ്പോൾ നമുക്ക് നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന സ്നേഹമൊക്കെയാണ്. ചിലപ്പോൾ കീരിമ്പാമ്മ എന്നുണ്ടെങ്കിൽ ചില സമയത്ത് അടയും ചക്കരയും പോലെയാണ് നമ്മുടെ നീലും മാമയും.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈവനിങ്ങിലെ വിശേഷങ്ങൾ. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു കൊച്ചു വീഡിയോ കാണാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് മുഴുവനായിട്ട് കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, അതേ ഒരു പുതിയതായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ, ഒരു റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എല്ലാം സ്നേഹത്തോടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളത്. ഇനിയും കുറച്ചും കൂടി എടുക്കാമെന്ന് വിചാരിച്ചാൽ ലൈറ്റും വെട്ടുണ്ടാവില്ല ഉള്ളിൽ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് ഓരോ വീഡിയോസായിട്ട് പോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ, പുതിയതായി കാണുന്നവരോടാണ്. അപ്പോൾ എല്ലാവരും പിന്തുണ ഇനിയും വേണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.